അവിടെ നടന്നിട്ടുണ്ട്. കാരണം വളരെ ദൂരെ നിന്ന് എടുത്തിട്ടുള്ള ആ ദൃശ്യത്തിൽ പോലും ആ പുക എത്ര കടുത്ത വലുപ്പത്തിൽ, എത്ര വലിയ, ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോഴിതുമായി ബന്ധപ്പെട്ട് നവമി പുറത്തു വരുന്നത് മൂന്ന് പേർ നഷ്ടമായിരിക്കുന്നു, 3 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ ഒരു ഇതുപോലെ സമാനമായൊരു ഒരു വാർത്ത വന്നതിന് പുറകിലാണ് ഇപ്പോൾ കേരളത്തിലും ഇതുപോലെ 3 പേരുടെ മരണത്തിന് ഈ സംഭവം ഇടയാക്കിയിരിക്കുന്നുവെന്ന ആദ്യ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ പരമാവധി ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നൊരു പ്രതീക്ഷ അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളിൽ ആദ്യഘട്ടത്തിൽ ചില പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. 3 തൊഴിലാളികൾ അവിടെ മരിച്ചിരിക്കുന്നു എന്ന വിവരം. അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഒരു വിവരത്തിൽ നിന്ന് അതിൻ്റെ ഒരു തീവ്രത വ്യക്തമായിരുന്നു. കാരണം പലരുടെ അവയവങ്ങളൊക്കെയാണ് കിട്ടിയതെന്നൊക്കെയാണ് പറഞ്ഞത്. അത് ആ ഒരു വരിയിൽ തന്നെ ഉണ്ടായിരുന്നു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി. ഇപ്പോഴാ ദൃശ്യങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ആ സ്ഫോടനം നടന്ന പ്രദേശത്ത് നിന്ന് ആ തീയും പുകയും ഉയരുന്നതിൻ്റെ ആ കാഴ്ച തന്നെ വലിയൊരു ബോംബ് പൊട്ടിയ പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ സ്ഫോടനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ സമീപത്ത് വലിയ ഒരു പടക്കശാലയുണ്ട്. അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ വലിയൊരു പടക്കപ്പുരയുണ്ട്. അങ്ങോട്ടേക്ക് തീ പടർന്നാൽ അത് കൂടുതൽ വലിയ വ്യാപ്തിയിലുള്ള ഒരു സ്ഫോടനത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്ന ആളുകളെ കൂടി അത് വീണ്ടും അപകടത്തിലാക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ഒക്കെ പടരുകയാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ വരുന്ന വാർത്ത അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാർത്ത. തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറി കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്ന വളരെ വളരെ ദുഃഖകരമായ വാർത്തയാണ് 3 പേരുടെ മരണം. 24-ാം തീയതി തൃശ്ശൂർ പൂരം കാണാൻ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ആ ഒരു മനോഹര നിമിഷത്തിന് കാത്തിരിക്കുമ്പോഴാണ് കേരളത്തെ മുഴുവൻ ആഴ്ത്തിക്കൊണ്ടുള്ള ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അത് അങ്ങേയറ്റത്തെ വേദനയുണ്ടാക്കുന്നതാണ്. നവമി, 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങൾ വരുന്നു. ബാക്കി 40ഓളം പേര് ബാക്കിയും ഇനിയുമുണ്ട്. അവരെ രക്ഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. നവമി, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? മനു, ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 പേർ മരിച്ചിരിക്കുകയാണ്. ആ 3 പേരുടെയും മൃതദേഹം ഈ സ്ഫോടനം നടന്ന ഈ പടക്ക നിർമ്മാണശാലയിൽ നിന്ന് തന്നെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. അവരുടെ ജീവനറ്റ ശരീരം ഓരോ അവയവങ്ങളായി തെറിച്ചു പോയിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അങ്ങനെയാണ് പറയുന്നത്. കൈയും കാലും അങ്ങനെ ഓരോ അവയവങ്ങളായിട്ടാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ വലിയ ദുഃഖപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. 3 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അവരുടെ മൃതദേഹമായി തന്നെയായിരുന്നു അവിടെ ഉള്ളത്. അത്രയും വലിയ സ്ഫോടനം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അത്രയും വലിയ സ്ഫോടനമാണ് അവിടെ സംഭവിച്ചത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവരുടെയും അവസ്ഥ വളരെ ദയനീയമാണ് എന്ന വിവരം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത്. അവരെ കൊണ്ടുപോകുന്നതിൽ ഏകദേശം 90% പൊള്ളലേറ്റവരും ഏറെയാണ് എന്ന വിവരം കൂടിയൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര അവസ്ഥയിലാണ് പലരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത, 3 പേരുടെ മൃതദേഹം ഈ ശാലയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ പരിശോധന നടത്തുകയാണ്. കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ, എത്രയും വേഗം ഉള്ളവരെ രക്ഷിക്കുക എന്നൊരു ശ്രമത്തിലേക്ക് തന്നെയാണ് രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ആ രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടുത്തെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും അല്പം കാലതാമസം ഉണ്ടാകും. ആ സമയം വൈകുന്നോറും ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്നു എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യവും. അതുകൊണ്ട് രക്ഷാപ്രവർത്തന നാട്ടുകാരും ഈ ഫയർഫോഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ എത്രയും വേഗം ആളുകളെ രക്ഷിക്കുക എന്നൊരു ശ്രമത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 3 പേരുടെ മൃതദേഹം ഈ ശാലയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. കൂടുതൽ ആളുകൾക്കായി തിരച്ചിൽ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.